ഹേ ഗായ്സ്, അപ്പോൾ ഡ്രാഗൺ റോർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 2. അപ്പോൾ ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്രാനി ചാപ്റ്റർ 2 കളിച്ച സമയത്ത് ഞാൻ പ്രാക്ടീസ് മോഡിലാണ് കളിച്ചത്. അന്ന് ആദ്യമായിട്ടാണ് കളിച്ചത്. അന്ന് നമ്മൾ ബോട്ട് എസ്കേപ്പാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി പിടിച്ചേക്കാം. നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും ഇടാൻ പോകുന്നത് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡേ 1 ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് മോഡായിട്ട് കളിക്കുന്നത്. നമ്മൾ എല്ലാ പ്രാക്ടീസ് മോഡിലും എല്ലാ എസ്കേപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ഈസി മോഡിലേക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്. നമുക്കിനി കളിക്കാം. ഓക്കെ, ഇത് ബോട്ട് എസ്കേപ്പിനുള്ള സ്ഥലം, അതൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ഡോർ എസ്കേപ്പാണ്. അതേയിരിക്കണം ഡോർ ലോക്ക്. ഗൈസ്, ഈ ഡോർ ലോക്ക് എന്തിനാ? അതെനിക്ക് അറിയില്ല കേട്ടോ. ഈ ഡോർ ലോക്ക് എന്തിനാന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് നിങ്ങൾ. ഓക്കെ, ഡോർ ലോക്ക് ഇതൊക്കെ എന്തിനാണെന്തോ. ഞാൻ ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ബോട്ടിക്ക് ഫസ്റ്റ്. ഇതൊന്നൊരു ആവശ്യമില്ലാത്ത സാധനമാണേ. ഓ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഡോർ ഹാൻഡിൽ അത്യാവശ്യമാണല്ലോ. ഒരു ഹാൻഡ് വീല് അത്യാവശ്യമുള്ള സാധനം കിട്ടി ഗൈസ്. അത്യാവശ്യമുള്ള സാധനം കിട്ടി. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ക്രൗ ബാർ വെച്ച് അടിച്ചായിരുന്നു, അടിച്ച് പൊട്ടിച്ചു. പിന്നെ ഹാൻഡ് വീൽ വെച്ച് അത് പൊക്കി. ഡോർ ഹാൻഡിലും കിട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് ആ എർത്തടിക്കുന്ന സാധനം ഇങ്ങനെ കളയണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കട്ടിംഗ് പ്ലെയർ വെച്ച് വെട്ടണം, എന്നാലാണ് ആ സാധനം പോവുള്ളൂ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിരുന്നു. അപ്പോഴാണ് കട്ടിംഗ് പ്ലെയർ വെച്ച് വെട്ടേണ്ട കാര്യം. സെക്യൂരിറ്റിക്ക് നമുക്ക് ഈ ഹാൻഡിൽ കൊണ്ടുവന്ന് താഴെ കൊണ്ട് വെച്ചേക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു ഓട്ടയില്ലേ, ആ ഗ്രാനിയുടെയും ആ റൂമില്ലേ, ഇപ്പോൾ നമ്മൾ കയറിയ ഇപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയർ വെച്ച് വെട്ടേണ്ട സ്ഥലമില്ലേ, അവിടെ ഒരു പൊത്തില്ലേ, അവിടേക്ക് നമുക്ക് കയറണം. അവിടെ ചിലപ്പോൾ ക്രൗ ബാർ ആയിരിക്കണം. ക്രൗ ബാർ ആണെങ്കിൽ ഭാഗ്യമാണ്, കാരണം എളുപ്പമാണല്ലോ. ഇനിയിപ്പോൾ ശരിടാ ഇത് ഓക്കെ പതുക്കെ 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 പതുക്കെ. ക്രൗ ബാർ അല്ലെങ്കിൽ ഒരു ചെയിൻ കട്ടറല്ല, കട്ടിംഗ് പ്ലെയറാണ്. എന്തേലും ആവട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഈ കട്ടിംഗ് പ്ലെയർ സെക്യൂരിറ്റിയുടെ അവിടെ ആവശ്യമുണ്ട്, കാരണം മുകളിലേക്ക് കയറണ്ടേ. മുകളിൽ മറ്റേ അവൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. നോസ്ഫെറാറ്റുവിനെ വെട്ടിയല്ല കെട്ടിയിട്ടേക്കണേ, കുറുക്കിയിട്ടാണ് സ്ഥലത്ത്. ഇവിടെ ഒന്നുമില്ല. ഓക്കെ യെസ്, നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ് പേ ഉള്ള സമയത്ത് അത്യാവശ്യമുള്ള സാധനം. ഓക്കെ, നമുക്ക് ഈ സാധനം ഇവിടെ ഇട്ടേക്കാം. എന്നാലും താഴെ ചാടി പോടാ നീ. ഇവിടെ തന്നെ സേഫ് കീ കിട്ടി. ഡോർ ഹാൻഡിലും കിട്ടി. സെറ്റ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തായാലും ഇവിടേക്കും ഇട്ടേക്കാം. നമുക്കിപ്പോൾ ഗണ്ണിപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലേക്ക് പോകണമല്ലോ. ഇപ്പോൾ സെക്യൂരിറ്റി തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ പോയിട്ട് അവിടെയും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പതുക്കെ തിരിയണം. ഓക്കെ ഇവിടെയാണ് അടിക്കേണ്ടത്. ആ ഒരു ബോക്സിലാണ് നോസ്ഫെറാറ്റു ഉള്ളത്. പിന്നെ ആ ബോക്സ് തുറക്കണമെങ്കിൽ ഹെലികോപ്റ്റർ മാനുവൽ. ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല, ഈ ഹെലികോപ്റ്റർ മാനുവൽ. നമുക്ക് കൃത്യം കൊള്ളിക്കണം. യെസ്. ഇനിയിപ്പോൾ ഇവിടെ എടുത്തിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ടിംഗ് പ്ലെയർ വേണ്ടേ. കട്ടിംഗ് പ്ലെയർ വെച്ചാൽ അവിടെ എന്താണ് കിട്ടണത്? അവിടെ വല്ല പെഡലോക്കി കിട്ടുവാണെങ്കിൽ ഭാഗ്യം. സേഫ്റ്റി എവിടെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ആ കക്കൂസിൻ്റെ മുകളിലുള്ള ഒരു വെന്റിലേഷൻ ഇല്ല, അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, പോട്ടെ. ഓക്കെ വല്ല പെഡലോക്കി വല്ലതും കിട്ടുവാണെങ്കിൽ ഭാഗ്യം. എൻ്റെ അമ്മ ഇതെന്നത്
ഹെലികോപ്റ്റർ കീയാ? പിന്നെ എനിക്ക് തിന്നാൻ തന്നാ? എനിക്കൊന്നും ആവശ്യമില്ല ബ്രോ, ഓടാവൊന്നും എനിക്കൊന്നും ആവശ്യമില്ല അവൻ്റെ ഹെലികോപ്റ്റർ കീ. നമ്മളിന്ന് ഡോർ എസ്കേപ്പാണ് കൈസ് ചെയ്യുന്നത്, ഹെലികോപ്റ്റർ എസ്കേപ്പ് അല്ല. അപ്പം ഡോർ എസ്കേപ്പിനുള്ള ആവശ്യങ്ങളുള്ളതാ. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ താഴേക്കും. ഇത് നമുക്ക് ആ കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യമില്ല ഗൈസ്, കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യം ഇനിയില്ല. എന്താണെന്ന് വെച്ചാൽ കട്ടിംഗ് പ്ലെയർ വേറെ സ്ഥലത്തൊന്നും ഉപയോഗിക്കാനില്ല. അപ്പോൾ നമുക്ക് ഇനി മറ്റേ ആ പുറത്തൊരു ചെറുക്കനില്ലേ അവൻ്റെ അടുത്തേക്ക് പോവാം. അല്ല, ഇനി അവൻ്റെ അടുത്തേക്ക് വന്ന് ബ്രഞ്ച് വേണ്ടേ? ബ്രഞ്ച് വെച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അടുക്കള സെർച്ച് ചെയ്തു. നമുക്കിനിയിപ്പോൾ എന്തായാലും ഇതിൽ കൂടെ തന്നെ അങ്ങ് പോവാം. ഓക്കെ, സേഫ് കീ ഇവിടെ ഇരിപ്പുണ്ട്. സേഫ് കീ നമുക്ക് എന്തിനായിരുന്നു? അവിടുത്തെ ഒരു അതിന് മുമ്പേ ഇവിടെ നോക്കട്ടെ കേട്ടോ. ഒന്നുമില്ല. എനിക്കിപ്പോൾ സമാധാനമായി. അവിടെ ഒന്നുമില്ല. ഇത് വെപ്പൺ ഇരിക്കേണ്ട സ്ഥലം. ഇവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ബോട്ട് സ്റ്റിയറിങ് ഇതിന് എനിക്കൊന്നും ആവശ്യമില്ല. നമ്മൾ ആവശ്യമുള്ള സാധനം ഇത് ഇവിടെ ഇലക്ട്രിക് പോയത് കണ്ടോ? നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ദൈവമേ അവൻ്റെ സ്പാർക്ക് പ്ലഗ് ഇതേപോലും നല്ല എന്തെങ്കിലും ഒരു സാധനം കിട്ടായിരുന്നെങ്കിൽ. കിട്ടി. ഓക്കെ, നമുക്ക് ഫ്രഞ്ച് കിട്ടി. ഇപ്പം നമുക്ക് അയ്യോ നമ്മൾ ഗണ്ണ് എവിടെ ഇട്ട്? അവിടെ നമുക്ക് ഇനി ഈ സാധനം പോയി താത്താം. ഓക്കെ, പിന്നെ ഫ്രഞ്ച്. പിന്നെ ഗൈസ്, നിങ്ങൾ ആ ഡോർ ലോക്ക് എവിടെ ഒന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയണം കേട്ടോ. കാരണം ഞാൻ എല്ലാ എസ്കേപ്പും ചെയ്തു. ഏത് ഹെലികോപ്റ്റർ എസ്കേപ്പും മറ്റേ ബോട്ട് എസ്കേപ്പും ഇപ്പോൾ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോവാണല്ലോ. അതെല്ലാ എസ്കേപ്പും ഞാൻ ചെയ്യാൻ പോവല്ലേ. എല്ലാ മിക്ക എസ്കേപ്പും ചെയ്തു. എടാ മോനെ ഒന്ന് വന്നടാ. അയ്യോ, ഇവൻ കടിച്ചു എന്നെ. അത് കുഴപ്പമില്ല, നമ്മൾ ചാവില്ല. മോനെ വന്നടാ. അവിടെ കിടക്ക്. എന്നെ കൊന്നാലേ പകരം കിട്ടും കേട്ടോ മോനെ. നീ എന്നെ കൊന്നാണ്ടല്ലോ നിനക്ക് ജീവപര്യന്തം ഞാൻ ജയിലിൽ കിടക്കും. മാസ്റ്റർ പീസ് കിട്ടി ഗൈസ്. ഇനി എന്ത് വേണം? ഇനി നമുക്ക് നേരെ നമ്മളിനി താഴെ പോയിട്ട് നമ്മൾ ആ സാധനം ബോക്സ് പൊട്ടിക്കണം. അവിടെ നിന്ന് വല്ല പെഡലോക്ക് കിട്ടുവാണെങ്കിൽ ഭാഗ്യമുണ്ട് ഗൈസ്. പെഡലോക്ക് കിട്ടണേ ഫസ്റ്റ്. ഇനി നമുക്ക് വെപ്പൺ കീയുടെ ആവശ്യമില്ല ഗൈസ്, കാരണം നമ്മൾ കൊല്ലേണ്ടവരെ കൊന്നു. പിന്നെ വെടി വെക്കേണ്ട സ്ഥലത്ത് വെടിയും വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് ആ വെപ്പൺ കീ ആവശ്യമില്ല. എന്തായാലും എല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും ആവശ്യം തന്നെ. യെസ്, കിട്ടി. പെഡലോക്കി കിട്ടി ഗൈസ്. പെഡലോക്കി നമുക്കെന്നാ എസ്കേപ്പ് ചെയ്യാം. അയ്യോ, ഇനി ക്രൗബാർ എടുത്തുകൊണ്ട് വരണ്ടേ? ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ ഇവിടെ ഇട്ടേക്കാം. എർത്ത് കളഞ്ഞു. ഇനി നമുക്ക് മറ്റേ ഡോർ ഹാൻഡിൽ എടുത്തിട്ട് വന്നേക്കാം. അപ്പം നമുക്കിന്ന് എല്ലാ എസ്കേപ്പും നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. ഇതാണ് നമ്മുടെ ഞാൻ ചെയ്യാനുള്ള ലാസ്റ്റ് എസ്കേപ്പ്. യൂട്യൂബിലുണ്ടാകുന്ന ലാസ്റ്റ് എസ്കേപ്പ് അല്ലാതെ ഇത് ഒരു എസ്കേപ്പും കൂടെ ഇനി ചെയ്യണം. ഇനി എവിടെയാ? ഡോർ ഹാൻഡിൽ എടുത്തു. ഇനി ക്രൗബാർ. ഇനി വീണ്ടും നടന്നോളാ. അത് തിരിച്ചതല്ലേ? അതെ, തിരിച്ചതാ. അല്ല, നമ്മൾ മുകളിലല്ലേ അത് പൊട്ടിച്ചേ, പിന്നെ നമ്മൾ താഴെ വന്നേ. ഒയ്യോ എടാ, ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. നമ്മളെല്ലാം മുകളിൽ ചെയ്ത് വെച്ചാ ഡക്ട് ടേപ്പ്. എന്തിന് എല്ലാം നമ്മൾ മുകളിൽ ചെയ്തിട്ട് പിന്നെ താഴെ ഒന്ന് തപ്പും. അതേ ഇരിക്കുന്ന ചക്കര പാടാൻ മൊത്തേ. ഗൈസ്, എനിക്ക് തോന്നണേ നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്തില്ലേ ആ മാപ്പ് തന്നെ ഇതൊന്നും എനിക്ക് തോന്നണം കേട്ടോ.
കാരണം പെഡ്ലോക്ക് നമുക്ക് ഒരു മറ്റേ ഇത് റബ്ബർ വെച്ച് പൊട്ടിച്ചപ്പോഴല്ലേ കിട്ടിയത്, അതിൽ നിന്നായിട്ട് എനിക്ക് തോന്നണേ. ഓക്കെ, ക്രോബാറ് പെഡ്ലോക്ക്. ഓക്കെ, ക്രോബാർ എടുക്കുക, അടിച്ച് സെറ്റ്. ഇനി പെഡ്ലോക്ക് എടുക്കുക, പെഡലോക്കി. ഓക്കെ, പെഡലോക്കി. ഓക്കെ, സെറ്റ്. ഇനി ഡോർ ഹാൻഡിൽ. ഈ ഡോർ ലോക്ക് എവിടെ വെക്കണേ? ഇതുപോലെ വെച്ചാൽ മതിയോ? ഈ ഡോർ ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റില്ലേ? അങ്ങനെയാണ് ഇനി. ഓക്കെ, നമ്മൾ എസ്കേപ്പ് ആവാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 2-ലെ മെയിൻ ഡോർ എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എസ്കേപ്പായി ഗൈസ്. അപ്പോൾ ഗൈസ് അടിപൊളിയായിരുന്നു ഇന്ന്. ഭയങ്കര ഒരു എളുപ്പമുള്ളൊരു ഇതായിരുന്നു. കാരണം നമ്മൾ പ്രാക്ടീസ് മോഡൽ കളിച്ചത് ഗ്രാനി ഇത് തലയ്ക്കിട്ട് ടാറ്റയൊക്കെ കൊടുക്കണം. ടാറ്റയല്ലേ കൊടുക്കുന്നത്, ഗ്രാനി ഇങ്ങനെ മറ്റേ എൻ്റെ അമ്മയെ അവൻ പോയി, എൻ്റെ പൊന്നെ പോയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാപ്പൻ ഫ്രണ്ട് കളിക്കുക. ദി എൻഡ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ബൈ ബൈ.